നമ്മൾ ഇസ്ലാമിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പള്ളിയിലെ കുറച്ച് ആരാധനകൾ അല്ലെങ്കിൽ ചില ആചാരങ്ങൾ അല്ലേ? എന്നാൽ ഇസ്ലാം അതിനേക്കാളൊക്കെ എത്രയോ വിശാലമായ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും വഴികാട്ടുന്ന ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണെങ്കിലോ? അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്ലാം എങ്ങനെയാണ് ജീവിതത്തിനുള്ള ഒരു സമഗ്രമായ രൂപരേഖയാകുന്നത് എന്നാണ്. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇസ്ലാം എന്ന വാക്കിന് അറബിയിൽ സമർപ്പണമെന്നും സമാധാനമെന്നും അർത്ഥമുണ്ട്. വളരെ രസകരമായൊരു കാര്യമാണിത്. അതായത്, സ്രഷ്ടാവിന് മുന്നിൽ സ്വയം സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം കിട്ടുന്നത് എന്ന വലിയൊരാശയം ആ വാക്കിൽ തന്നെയുണ്ട്. അപ്പോ ഈ ജീവിത പദ്ധതിയുടെ കാതൽ എന്താണെന്ന് ഈ ഒറ്റ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. നമ്മുടെ വിശ്വാസം പള്ളിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒന്നാണോ? അതോ നമ്മുടെ കുടുംബജീവിതം, സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, എന്തിന് നമ്മൾ ഈ പ്രകൃതിയോടെങ്ങനെ പെരുമാറണം എന്നുവരെ തീരുമാനിക്കുന്ന ഒന്നാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു യാത്ര പോകാം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി പതിയെ കുടുംബത്തിലേക്കും അവിടെ നിന്ന് സമൂഹത്തിലേക്കും പിന്നെ നിയമം, സാമ്പത്തികം, അവസാനം ഈ ഭൂമിയോടുള്ള നമ്മുടെ കടമകളിലേക്കും എത്തുന്നൊരു യാത്ര. ഓരോന്നായി നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ആത്മീയ ജീവിതത്തെയും ഇസ്ലാം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ദിവസവും 5 നേരത്തെ നമസ്കാരം. ഇതൊരു വെറും ചടങ്ങായി കാണരുത്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടെ നമ്മുടെ മനസ്സിനെ ഒന്ന് റീചാർജ് ചെയ്യാൻ കിട്ടുന്ന 5 ഇടവേളകളായി ഇതിനെ കണ്ടാലോ? പ്രഭാതത്തിലെ ശാന്തതയിൽ തുടങ്ങി രാത്രിയുടെ നിശബ്ദതയിൽ അവസാനിക്കുന്ന ഈ പ്രാർത്ഥനകൾ നമ്മുടെ ഓരോ ദിവസത്തിനും ഒരു താളം നൽകുന്നുണ്ട്. ഒപ്പം സ്രഷ്ടാവുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ശാരീരിക ശുദ്ധിയും ആത്മീയ ശുദ്ധിയും എങ്ങനെയാണ് ഒന്നിക്കുന്നതെന്ന് നോക്കൂ. നമസ്കാരത്തിന് മുൻപ് നമ്മൾ വുദു എടുക്കും. അതായത് കൈയും കാലും മുഖവും ഒക്കെ കഴുകി വൃത്തിയാക്കും. ഇത് പുറമേ ഉള്ളൊരു ശുദ്ധീകരണമാണ്. എന്നാൽ ഇത് നമ്മളെ ഒരുക്കുന്നത് ആന്തരികമായൊരു ശുദ്ധീകരണത്തിനാണ്. അതായത് നമസ്കാരത്തിന്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ പൂർത്തിയാക്കുന്നു. അപ്പൊ ശരി, ഈ നമസ്കാരം, ഈ ശുദ്ധീകരണം, ഇതിന്റെ ഒക്കെ അവസാന ലക്ഷ്യമെന്താണ്? അത് നല്ല സ്വഭാവമുണ്ടാക്കിയെടുക്കുക എന്നതാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ സത്യസന്ധത, വിനയം, ക്ഷമ, അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് വിശ്വാസത്തിന്റെ കാതൽ. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത വലയത്തിലേക്ക് പോകാം. ഒരു വ്യക്തിയുടെ സ്വഭാവം നന്നാവുമ്പോൾ അതാദ്യം പ്രതിഫലിക്കുന്നത് എവിടെയായിരിക്കും? തീർച്ചയായും കുടുംബത്തിൽ, അല്ലേ? ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കുടുംബത്തിന് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നോക്കാം. ഇസ്ലാമിൽ വിവാഹമെന്ന് പറയുന്നത് വെറുമൊരു നിയമപരമായ കരാറല്ല. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ശാന്തി, സ്നേഹം, കാരുണ്യം ഇവ കണ്ടെത്താനുള്ള ഒരു ഇടമാണിത്. പരസ്പരം താങ്ങും തണലുമായി ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബന്ധം. കുടുംബമെന്ന് പറയുമ്പോൾ മാതാപിതാക്കളോടുള്ള ബഹുമാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ തന്നെ അമ്മമാർക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം വളരെ വലുതാണ്. സ്വർഗം മാതാക്കളുടെ കാൽക്കീഴിലാണ് എന്ന ഈ ഒരൊറ്റ പ്രവാചക വചനം മതി ആ ആശയം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ. ശരി, ഇനി കുടുംബത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്കിറങ്ങാം, വിശാലമായ സമൂഹത്തിലേക്ക്. നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്തത്തെയും നീതിയെയും കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രഖ്യാപിച്ച വാക്കുകളാണിത്. നിറത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ആർക്കും ആരെക്കാളും ഒരു മേൽക്കോയ്മയുമില്ല. ഒരാളുടെ യഥാർത്ഥ മൂല്യം അളക്കുന്നത് അവന്റെ ദൈവഭക്തിയും നല്ല പ്രവൃത്തികളും വെച്ചാണ്. സാമൂഹിക നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലയാണിത്. നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തം എത്രത്തോളമുണ്ടെന്നളക്കാൻ ചിലപ്പോൾ ഈയൊരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതിലെ ആശയം വളരെ വ്യക്തമാണല്ലേ? വിശ്വാസം എന്നത് മനസ്സിലൊതുങ്ങുന്ന ഒന്നല്ല. അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തുവരണം. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആള് പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറയെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ലെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. സാമൂഹിക ഉത്തരവാദിത്വത്തെ വിശ്വാസവുമായി എത്ര ആഴത്തിലാണിത് ബന്ധിപ്പിക്കുന്നത്? ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് പോകാം. ഒരു രാജ്യത്തെ സാമ്പത്തിക, നിയമ, ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക രംഗത്ത് ഇസ്ലാം മുന്നോട്ടുവയ്ക്കുന്ന ഒരു പ്രധാന ആശയാണ് പലിശ നിരോധിച്ചത്. കാരണം പണം കൊണ്ട് പണമുണ്ടാക്കുന്ന ഈ രീതി
പാവപ്പെട്ടവരെ കൂടുതൽ ചൂഷണം ചെയ്യാനും സമ്പത്ത് കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങാനും കാരണമാകും. ഇതിനു ബദലായി ലാഭവും നഷ്ടവും ഒരുമിച്ചു പങ്കുവയ്ക്കുന്ന പരസ്പര സഹകരണത്തിൽ അടിസ്ഥാനമാക്കിയ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ ഭരണാധികാരിയും സാധാരണക്കാരനും തമ്മിലുള്ള ബന്ധം ഒരു വൺ വേ ട്രാഫിക് അല്ല. നേതാവിന് നീതി നടപ്പാക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ നിയമം അനുസരിക്കാനും നാടിലെ നന്മയ്ക്കായി പ്രവർത്തിക്കാനും ഓരോ പൗരനും കടമയുണ്ട്. പരസ്പരം ബന്ധിതമായ ഉത്തരവാദിത്തങ്ങൾ. നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും വിശാലമായ വലയത്തിലേക്ക്. ഈ ഭൂമിയോടും പ്രകൃതിയോടുമുള്ള നമ്മുടെ ബന്ധത്തെയും കടമകളെയും കുറിച്ച് ഇസ്ലാം എന്തു പറയണോ എന്ന് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നുറപ്പാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു മരത്തൈയുണ്ട്. നമ്മൾ എന്തു ചെയ്യും? പ്രവാചകൻ പറയുന്നത് ആ തൈ നടണമെന്നാണ്. പ്രത്യാശയുടെയും അവസാന നിമിഷം വരെ നീങ്ങി നിൽക്കുന്ന ഉത്തരവാദിത്തത്തിന്റെയും ഇതിലും വലിയൊരു സന്ദേശമുണ്ടോ? നമ്മൾ ഈ ഭൂമിയുടെ ഉടമകളല്ല, സൂക്ഷിപ്പുകാർ മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തലാണിത്. ഈ കാരുണ്യം മനുഷ്യരിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ? അല്ലേയല്ല. ദാഹിച്ചൊരു നായ്ക്ക് വെള്ളം കൊടുത്ത സ്ത്രീക്ക് ദൈവം പൊറുത്തുകൊടുത്തതും ഒരു പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്ന സ്ത്രീ ശിക്ഷിക്കപ്പെട്ടതുമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളോടുമുള്ള ദയ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര കുടുംബത്തിലൂടെയും സമൂഹത്തിലൂടെയും കടന്ന് ഈ പ്രകൃതിയിൽ വരെ എത്തി നിൽക്കുന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇസ്ലാം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് എല്ലാത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഈ ഭൂമിയിലെ നമ്മുടെ പങ്ക് ഒരു ഉടമയുടേതല്ല, മറിച്ച് വരും തലമുറകൾക്ക് വേണ്ടി ഇതിനെ കാത്തുസൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു സംരക്ഷകന്റേതാണെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും എന്ത് മാറ്റമായിരിക്കും വരിക? ഒന്ന് ചിന്തിച്ചു നോക്കൂ.